നമ്മൾ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് പോകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ആണ് കേരളം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ തീവ്രമായ പരസ്യ പ്രചാരണത്തിൻ്റെതാണ്. എല്ലാ മുന്നണികളും അത്തരത്തിൽ തന്നെ ടോപ്പ് ഗിയറിലേക്ക് പ്രചാരണം മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും എത്തുന്നു. അങ്ങനെ ദേശീയ നേതാക്കളെ അടക്കം ഇറക്കിക്കൊണ്ടുള്ള വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എന്നതാണ്. അതേസമയം നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്നത് 18 വയസ്സ് മുതൽ പ്രായം ഉള്ള ആർക്കും വോട്ട് രേഖപ്പെടുത്താം എന്നതാണ്. അവിടെ ഒരു പ്രായപരിധിയില്ല എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. എത്രമേൽ മുതിർന്ന പൗരന്മാർക്കും വോട്ട് ചെയ്യുവാനുള്ള അവസരം നമ്മുടെ സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തേണ്ടതില്ല, അവിടെ ക്യൂ നിൽക്കേണ്ടതില്ല. സമ്മതിദായകർക്ക് സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഹോം വോട്ടിംഗ് സൗകര്യം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രേക്ഷകരുമായി ആദ്യം പങ്കുവയ്ക്കുന്ന വാർത്ത. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, ഈ ഹോം വോട്ടിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് 85 വയസ്സിന് മുകളിൽ പ്രായം ഉള്ളവർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ 40% ഭിന്നശേഷി ഉള്ളവർക്കും ഹോം വോട്ടിനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇതിനായി പ്രത്യേക മൊബൈൽ പോളിംഗ് ടീമിന്റെ മേൽനോട്ടത്തിൽ ആണ് നടപടികൾ പുരോഗമിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റുകൾ സീൽ ചെയ്ത ബോക്സുകളിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഏകദേശം 4 ലക്ഷത്തോളം വോട്ടർമാർ ഈ ഹോം വോട്ട് സംവിധാനത്തെ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും എന്നാണ് കരുതുന്നത്. കേരളത്തിൽ ഇന്നു മുതൽ ഈ തരത്തിലുള്ള വോട്ടിംഗ് ആരംഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഹോം വോട്ടിംഗ് സൗകര്യം ആവശ്യമായിട്ടുള്ളവർ നേരത്തെ തന്നെ നിശ്ചിതമായ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് 12D ഫോം പൂരിപ്പിച്ച് നൽകിയിരുന്നു. ഇങ്ങനെ നൽകിയിട്ടുള്ളവർക്കാണ് ഈ ഹോം വോട്ട് ഇന്നു മുതൽ ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ പ്രദേശത്തെയും ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് വീടുകളിൽ എത്തിയായിരുന്നു ഈ ഫോമുകൾ വിതരണം ചെയ്തത്. അങ്ങനെ വോട്ടർമാർ അത് പൂരിപ്പിച്ച് നൽകുകയും ചെയ്തു. അങ്ങനെ നൽകിയിട്ടുള്ളവർക്കാണ് ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസുമാർ വഴിയും ഈ ഫോം നൽകുവാൻ അവസരമുണ്ടായിരുന്നു. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥൻ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവർ അടങ്ങുന്ന സംഘം ആണ് ഈ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് എത്തുന്നത്. അങ്ങനെ ഉള്ള സംഘം റാൻഡമൈസേഷൻ നടത്തിയാണ് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരെയും സംഘത്തെയും ഒക്കെ തെരഞ്ഞെടുത്തത്. റൂട്ട് മാപ്പ് തയ്യാറാക്കി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെയും അവരുടെ ബൂത്ത് തല ഏജന്റുമാരുടെയും സന്ദർശന വിവരങ്ങൾ ഉൾപ്പെടെ കൃത്യമായി അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വോട്ട് നടത്തുന്നത്. അപ്പോൾ ഏറ്റവും നിഷ്പക്ഷമായ രീതിയിലും സുതാര്യവുമായി വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവസരം ആണ് ഈ ഹോം വോട്ട് വഴി നൽകിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, പ്രായാധിക്യത്താൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തി മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അവർക്കെല്ലാം ഈ വോട്ടിംഗ് സമ്പ്രദായത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. അതേസമയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുണിത, യഥാർത്ഥത്തിൽ പോളിംഗ് ഇന്ന് ആരംഭിക്കുന്നു എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. കാരണം ഇന്നു മുതൽ ഈ ഹോം വോട്ട് സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള അവസരമുണ്ട്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 10 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ടോപ്പ് ഗിയറിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു? എന്താണ് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം, അരുൺ? അതിശക്തമായ പോരാട്ടം കേരളത്തിൽ ആകമാനമുണ്ട് എന്ന് വേണം പറയാൻ. കാരണം നേരത്തെയൊക്കെ 2 മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമെങ്കിൽ ഇപ്പോൾ BJP കൂടി കളത്തിലെത്തുന്നതാണ്, അല്ലെങ്കിൽ ശക്തമായ മുന്നണിയിൽ വരുന്നതാണ് ത്രികോണ പോരാട്ടത്തിലേക്ക് പല മണ്ഡലങ്ങളും എത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. പലയിടങ്ങളിലും അപ്രവചനീയമായി മാറുകയാണ് പോരാട്ടം. ഡീൽ ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിലും മുന്നിട്ട് നിൽക്കുന്നത്. CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തകർ നേതൃത്വം നൽകുന്നു. ഇന്ന് പ്രകാശ് കാരാട്ട് വരുന്നു, ബൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി, UDF ക്യാമ്പിന് ആവേശമായ രാഹുൽ ഗാന്ധി എത്തുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി വലിയ പ്രതീക്ഷ അവർക്ക് നൽകിക്കൊണ്ട് ഇന്നലെ പ്രചരണത്തിന് ഇറങ്ങുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും താഴെത്തട്ട് മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ പ്രചരണ രംഗത്ത് സജീവമാണ്. ഞാനിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് നമുക്കറിയാം ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നാണ്. 2016-ലും കെ മുരളീധരൻ ജയിച്ച മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ VK പ്രശാന്ത് പിടിച്ചെടുക്കുകയായിരുന്നു. പ്രശാന്ത് ഇപ്പോൾ ഭവന സന്ദർശനം, നമുക്കറിയാം സാധാരണ ആദ്യ ഘട്ടങ്ങളിലാണ് ഭവന സന്ദർശനം, പിന്നീട്
റോഡ് ഷോയിലൂടെ കൂടിയാണ് ആളുകളെ പരമാവധി ആളുകളെ നേരിട്ട് അങ്ങനെ കാണാൻ ശ്രമമാണ് സ്ഥാനാർത്ഥി നടത്താറുള്ളത്. പക്ഷേ ഉച്ചവരെ ഈ ഭവന സന്ദർശനവും അതിനുശേഷം റോഡ് ഷോ എന്ന നിലയിലേക്ക് പ്രശാന്തിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നു. അത്രയ്ക്ക് തീവ്രമായ പോരാട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എല്ലാ വോട്ടർമാരും ഒരാളെ പോലും വിട്ടുപോകാതെ മുഴുവൻ വോട്ടർമാരെ നേരിൽ കാണുന്ന ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വട്ടിയൂർക്കാവിൽ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഈ ഡീൽ ആരോപണം ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. ബിജെപിക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബിജെപിയും കോൺഗ്രസും നടത്തിയ ഒരു നിയമസഭാ മണ്ഡലം. അത് തിരിച്ചുപിടിക്കുക വി കെ പ്രസാദ് എന്ന എംഎൽഎയുടെ ജനകീയതയിൽ, വി കെ പ്രസാദ് എന്ന എംഎൽഎയുടെ ജനപിന്തുണയിൽ ആ തിരിച്ചടികൾ മറികടക്കാമെന്ന പ്രതീക്ഷയാണ് സിപിഎമ്മിനും ഇടതുമുന്നണിക്കുമുള്ളത്. ഡീൽ ആരോപണം ഇപ്പോഴും ശക്തമായി തന്നെ കോൺഗ്രസും ബിജെപിയും ഉന്നയിക്കുന്നു. തിരികെ കോൺഗ്രസിനെതിരെയാണ് LDFന്റെ ആരോപണം. ഇന്നലെ ഒരു വെബ്സൈറ്റിൽ ജോലി നൽകുന്ന വെബ്സൈറ്റിൽ 515 രൂപയ്ക്ക് റാലിയിൽ പങ്കെടുക്കാൻ, കോൺഗ്രസ് റാലിയിൽ പങ്കെടുക്കാൻ ആളുകൾ വേണമെന്നൊരു ആവശ്യം വന്നിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.